പ്രൈസ് ദി ലോർഡ്. റോമാലേഖനം 3-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം. എന്നാൽ യഹൂദന് എന്ത് വിശേഷത, അല്ല പരിച്ഛേദനയാൽ എന്ത് പ്രയോജനം? 9-ാം വാക്യം. ആകയാൽ എന്ത് നമുക്ക് വിശേഷതയുണ്ടോ? അശേഷമില്ല. ഇവിടെ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് റോമിലുള്ള വിശ്വാസികൾക്ക് ലേഖനം എഴുതുമ്പോൾ പറയുന്ന ഒരു കാര്യമാണ് നാം ഇവിടെ വായിച്ചത്. റോമൻ സഭയിൽ യഹൂദ മതാനുസാരികളായിരിക്കുന്നവരും യവനന്മാരും രക്ഷിക്കപ്പെട്ട് ദൈവസന്നിധിയിൽ കടന്നു വന്ന് അവർ ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരുന്നു. എന്നാൽ അവരുടെ ഇടയിൽ ചില ഭിന്നതകൾ ഉണ്ടായപ്പോൾ അതിനെ തർജ്ജനം ചെയ്തുകൊണ്ട് പൗലോസ് എഴുതിയതായ ലേഖനമാണ് ഈ റോമാലേഖനം 3-ാം അധ്യായം നാം കാണുന്നത്. യഹൂദന് എന്ത് വിശേഷതയുള്ളൂ? എന്താണ് വിശേഷതയുള്ളത്? അല്ല പരിച്ഛേദനയാൽ എന്ത് പ്രയോജനം? അവരുടെ ഇടയിൽ യഹൂദന്മാരും യവനന്മാരും തമ്മിലുണ്ടാകുന്ന വിഭാഗിത അവരുടെ ഇടയിൽ വലിയൊരു പ്രശ്നമായി മാറിയപ്പോൾ പൗലോസ് അത് തർജ്ജന ചെയ്ത് അവരോട് പറയുന്ന കാര്യമാണ് നമ്മളിവിടെ വായിച്ചത്. ഇന്നും ദൈവസഭകളിൽ ഇതുപോലുള്ള വിഭാഗിതകളുണ്ട്. പുറമെ യഹൂദനായവൻ യഹൂദനല്ല, പുറമേയുള്ള പരിച്ഛേദനയുമല്ല. അപ്പോൾ പൗലോസ് ആ കാര്യം ഇവിടെ എടുത്തു പറയുകയാണ്. ഇന്ന് അനേകരും പറയുന്നൊരു കാര്യമുണ്ട്, യഹൂദനാണ്, ഉയർന്ന ജാതിക്കാരനാണ്, ഉയർന്ന കുലത്തിൽപ്പെട്ടവനാണ്, ഉന്നത വർഗത്തിൽപ്പെട്ടവനാണ് എന്നുള്ളത്. അവർക്കും നമുക്കും തമ്മിൽ എന്താണ് വ്യത്യാസമുള്ളത്? 9-ാം വാക്യത്തിൽ പറഞ്ഞു, ആകയാൽ എന്ത് നമുക്കെന്ത് വിശേഷതയുള്ളൂ? യഹൂദനായിരുന്നാലും യവനനായിരുന്നാലും ബർബരനായിരുന്നാലും ഏത് തരത്തിലുള്ളവരായിരുന്നാലും എല്ലാവരും ക്രിസ്തുവിൽ ഒരുപോലെ തന്നെയാണ്. ഇവിടെ നിങ്ങൾ ചിന്തിക്കുക, യഹൂദനും രക്ഷ ആവശ്യമാണ്, യവനനും രക്ഷ ആവശ്യമാണ്, യേശുക്രിസ്തുവിനെ എല്ലാവർക്കും ആവശ്യമാണ്. എന്നാൽ ഇവിടെ അവരുടെ ഇടയിലുണ്ടായ വിഭിന്നതകളെ അല്ലെങ്കിൽ അവിഭാഗീയതയെ തർജ്ജനം ചെയ്തുകൊണ്ടാണ് പൗലോസ് ഈ ലേഖനം എഴുതുവാനിടയായിട്ട്. നമുക്കും അവർക്കും തമ്മിലൊരു വ്യത്യാസവുമില്ല. ഇന്നും പലവിധത്തിലുള്ള വിഭാഗിതകൾ ക്രൈസ്തവ സഭകളിലും വിശേഷിച്ച് വേർപെട്ട സഭകളിൽ കൂടെ ആ നിലയിലുള്ള നിലവാരം പുലർത്തുന്നുണ്ട്. അവരും യഹൂദനും രക്ഷിക്കപ്പെടണം, യഹൂദനും സ്നാനപ്പെടണം, യഹൂദനും അഭിഷേകം പ്രാപിക്കണം, യവനനും രക്ഷിക്കപ്പെടണം, സ്നാനപ്പെടണം, അഭിഷേകം പ്രാപിക്കണം. എല്ലാവരും ക്രിസ്തുവിൽ തുല്യരാണ്. യഹൂദന് പ്രത്യേകിച്ച് വിശേഷതകളൊന്നുമില്ല, അവർക്ക് പ്രത്യേകതകളൊന്നുമില്ല. എന്നാൽ പൗലോസ് പറയുന്നൊരു കാര്യമുണ്ട്, അവരുടെ ഇടയിൽ ന്യായപ്രമാണം അവരെ ഏൽപ്പിച്ചു, സത്യാരാധന അവരെ ഏൽപ്പിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യമാണെങ്കിലും ഇന്നും അവർ ക്രിസ്തുവിനെ രക്ഷകനായി അംഗീകരിച്ചിട്ടില്ല. അവർക്കും രക്ഷകനെ ആവശ്യമാണ്. അവരും ക്രിസ്തുവിനെ രക്ഷകനായി അംഗീകരിച്ചേ മതിയാകുള്ളൂ, അവരും രക്ഷിക്കപ്പെട്ടേ മതിയാകുള്ളൂ. അത് എല്ലാവരും, യഹൂദനായിരുന്നാലും യവനനായിരുന്നാലും ബർബരനായിരുന്നാലും ഏത് വിധത്തിലുള്ളവരായിരുന്നാലും അവർക്ക് രക്ഷ അത്യന്താപേക്ഷിതമാണ്. അവർ രക്ഷിക്കപ്പെട്ടേ മതിയാകുകയുള്ളൂ. ആകയാൽ ദൈവസഭകളിലും ദൈവജനത്തിൻ്റെ ഇടയിലുണ്ടാകുന്ന വിഭാഗിതകളെ ഒഴിഞ്ഞ് ക്രിസ്തുവിൽ നാം എല്ലാം ഒന്നാണ് എന്നുള്ള ബോധ്യത്തോടെ വിശ്വാസ ജീവിതത്തിൽ മുൻപോട്ട് പോകുവാൻ സർവശക്തനായ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് ഓർപ്പിക്കുന്നു. ഗോഡ് ബ്ലെസ് യു.